വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ മിക്സിയിൽ വിപ്ഡ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ക്രീം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. കേക്കിന് ഐസിങ് ചെയ്യാനായിട്ടുള്ള വിപ്ഡ് ക്രീം നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള മിക്സിയിൽ തയ്യാറാക്കിയെടുക്കാം. 5 മിനിറ്റിൽ താഴെ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ UAE അവൈലബിൾ ആയിട്ടുള്ള മാക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്. നാട്ടിലാണെങ്കിൽ ഫിയോണ, അതുപോലെ തന്നെ സ്റ്റാർ വിപ്പ്, റിച്ച്, ഇതൊക്കെ നല്ല വിപ്പിംഗ് ക്രീമുകളാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ കണ്ടൻറ്റ് നോക്കുക നിങ്ങൾ. അതിൽ വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഏറ്റവും നല്ലത്. കാരണം അത് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായി തന്നെ ഇരിക്കും. അതല്ലാതെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമുകൾ, അതായത് നാട്ടിലിപ്പോൾ പറയുകയാണെങ്കിൽ അമൂൽ, അതുപോലെ ഇവിടെ UAEയിലാണെങ്കിൽ അൽമറായി, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബട്ടർ വേറെ, അതിൽ വെള്ളം വേറെ ആയിട്ട് അത് കേർഡിലായി പോകും, അതായത് അത് പിരിഞ്ഞു പോവും. പക്ഷേങ്കിൽ വെജിറ്റബിൾ പേസ്റ്റ് ആയിട്ടുള്ള ക്രീം നമുക്ക് എത്ര വേണമെങ്കിലും വിപ്പ് ചെയ്യാം, നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റും നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിപ്പിംഗ് ക്രീമുകൾ എടുത്തിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അത് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമുകൾ എടുക്കുക. ഇവിടെ UAEയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മാക്ടോപ്പ് അല്ലെങ്കിൽ രാമ, ഈ 2 ബ്രാൻഡുകളാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ക്രീമിൽ ഷുഗർ ഇൻക്ലൂഡഡ് ആണ്, അതായത് ഇത് മധുരമുള്ള ക്രീമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മധുരം ഇതിലേക്ക് ചേർക്കേണ്ട. നിങ്ങൾക്ക് വേറെ നീ ഫ്ലേവർ ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വിപ്പ് ചെയ്യാനായിട്ട്, അതായത് ഇത് അടിക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറാണ് ആവശ്യം. നമ്മൾ ജ്യൂസൊക്കെ ബ്ലെൻഡ് ചെയ്യുന്ന ജാറില്ലേ, ആ ഒരു ജാറാണ് വേണ്ടത്. ഈ ജാറ് ആദ്യം തന്നെ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു കേക്ക് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു മിക്സിയുടെ ജാറ് ഫ്രീസറിൻ്റെ അകത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ കേക്ക് ബേക്കായി, കേക്ക് കൂളായി വരുന്ന സമയത്തേക്ക് ജാറ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാകും. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ ജാറ് ഫ്രീസറിൽ വെക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജാറ് നന്നായിട്ട് തണുത്തിരിക്കും. നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത് ജാറ് ചൂടാവില്ല. ചൂടായാലേ ക്രീം മെൽറ്റായി പോവുള്ളൂ, നമുക്ക് സ്റ്റിഫായി കിട്ടൂല്ല. ഈ ജാറ് ഞാനിപ്പം ഏകദേശം അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ജാറാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് 1 കപ്പ് വിപ്പിംഗ് ക്രീം മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തണുപ്പിച്ചിട്ടുള്ള ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീമും നല്ല തണുപ്പുണ്ടാവണം. അതായത് ഫ്രീസറിൽ വെച്ച് കട്ടയൊന്നും ആക്കണ്ട, പക്ഷേങ്കിൽ നല്ല തണുത്തിട്ടുള്ള ക്രീമാണ്, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള ക്രീമാവണം. ക്രീം ജാറിലേക്ക് ഒഴിച്ചിട്ട് അടയ്ക്കുക. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ ആദ്യം 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 മിനിറ്റ് ഫുൾ സ്പീഡിലിട്ടിട്ടാണ് ഞാൻ കറക്കുന്നത്. ഇങ്ങനെ കറക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കൊന്ന് മിക്സി തൊട്ട് നോക്കുക. മിക്സി ചൂടാവുന്നുണ്ടോ, ജാറ് ചൂടാവുന്നുണ്ടോ എന്നുള്ളത് തൊട്ട് നോക്കുക. ജാറ് ചൂടാവാനേ പാടില്ല. 1 മിനിറ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക. അതായത് ഒന്ന് മെൽറ്റായ ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതുണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി അടയ്ക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടെ ഇതേപോലെ വിപ്പ് ചെയ്യുക. ഒരുമിച്ച് നിങ്ങൾ 2 മിനിറ്റ് 3 മിനിറ്റ് അടുപ്പിച്ചിട്ട് വിപ്പ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് ചൂടായി പോവും. അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ തുറന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണ ഇതേപോലെ തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3ാമത്തെ തവണ ചെയ്യുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുക്കുക. ജാറ് തുറന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഡിഫറൻസ് മനസ്സിലാവും. അതെങ്ങനെയാണെന്നുണ്ടാവും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മിക്സി കറക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടും. ഇത് നമ്മൾ ഈ ഒരു മൂടി ചെറുതായിട്ട് തുറക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എയർ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മയോണൈസൊക്കെ ചെയ്യുന്നില്ലേ, അതേ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇതിനും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരുപാടൊന്നും തുറന്ന് വെക്കേണ്ടതാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഗ്യാപ്പിൽ തുറന്ന് വെച്ചാൽ മാത്രം മതി. ആദ്യം 2 തവണ അടിക്കുക, അതിനുശേഷം 3ാമത്തെ തവണ അടിക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തുറക്കുക. അപ്പം തന്നെ സ്റ്റിഫായി കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജാർ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ വിപ്പായി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ജാറാണ് നിങ്ങളെ വീട്ടിലുള്ളതെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോർമൽ ജാറിൽ കാണിച്ചത്. ഇപ്പോൾ ഇതാ കാണുന്നില്ലേ നിങ്ങൾ, ക്രീമൊക്കെ നല്ല
പെർഫെക്റ്റ് ആയിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രീം ഇതുപോലെ മിക്സിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ക്രീം മധുരമില്ലാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൂടി തുറന്നിട്ട് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏത് എസൻസ് ആണോ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡിസൈനും നിങ്ങൾക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.